രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയാകെയും സംശയനിഴലിൽ നിർത്തിയിരുന്ന ഇലക്ട്രൽ ബോണ്ട് അസാധുവാണെന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ വിജയം കണ്ടത് 5 വർഷത്തിലേറെയായി CPIM നടത്തിവന്ന നിയമ പോരാട്ടം കൂടിയാണ്. ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിയമ പോരാട്ടം നടത്തിയ ഏക രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. ആരിൽ നിന്നൊക്കെ സംഭാവന ലഭിച്ചെന്ന് രാഷ്ട്രീയ കക്ഷികൾ വെളിപ്പെടുത്തേണ്ടതില്ലെന്നതാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തെ രാഷ്ട്രീയ അഴിമതിയുടെ പര്യായമായി വിശേഷിപ്പിക്കാനുള്ള മുഖ്യ കാരണം. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകൾ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടെന്നും ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ SBIക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അജ്ഞാതരായ കോർപ്പറേറ്റുകളുമായി പരസ്പര സഹായത്തോടെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്താനുള്ള BJPയുടെ തന്ത്രത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. 2016 നോട്ട് നിരോധനത്തിന് തൊട്ടു പിന്നാലെയാണ് നിയമ ഭേദഗതി വഴി കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. 2017 ധനനിയമം, ജനപ്രാതിനിധ്യ നിയമം, വിദേശ സംഭാവന നിയന്ത്രണ നിയമം, റിസർവ് ബാങ്ക് നിയമം, ആദായ നികുതി നിയമം എന്നിവ തിരക്കിട്ട് ഭേദഗതി ചെയ്താണ് ഇതിനെ കളമൊരുക്കിയത്. 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി എന്നീ മൂല്യങ്ങളുള്ള ബോണ്ടുകളാണ് സർക്കാർ പ്രഖ്യാപിക്കുന്ന സമയപരിമിതികളിൽ SBIയുടെ തെരഞ്ഞെടുത്ത ശാഖകൾ വഴി വിൽക്കുക. ഇവ ലഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ 15 ദിവസത്തിനകം ബോണ്ടുകൾ ബാങ്കിൽ സമർപ്പിച്ച് പണമാക്കി മാറ്റണം. അഴിമതിയെ നിയമപരമാക്കാനുള്ള സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ടുകളെന്ന് CPIM അന്നേ വിശേഷിപ്പിച്ചു. മുമ്പ് 20,000 രൂപയിൽ കൂടുതലുള്ള സംഭാവന നൽകുന്നവരുടെ പേരും വിലാസവും വെളിപ്പെടുത്തണമായിരുന്നു. 2017 ആദായ നികുതി നിയമ ഭേദഗതിയോടെ ഈ നിബന്ധന ഇല്ലാതായി. വിദേശ സംഭാവന നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്ത് വിദേശ കമ്പനികൾക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ വ്യവസ്ഥ ചെയ്തു. 2017-18 മുതൽ 2021-22 വരെ 5271 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ചത്. കോൺഗ്രസിന് 952 കോടി രൂപയും, തൃണമൂൽ കോൺഗ്രസിന് 766 കോടി രൂപയും, BJDക്ക് 622 കോടി രൂപയും ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ചു. അതേസമയം ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കില്ലെന്നാണ് CPIM നിലപാടെടുത്തതും തുടർന്ന് നിയമ പോരാട്ടത്തിന് തുടക്കമിട്ടതും.